നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഷൈനിയുടെയും 2 മക്കളുടെയും മരണം കേരളത്തെ ആകെ ഞെട്ടിച്ചിരുന്നു. ആ മരണത്തിൽ നാളെ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുമെന്നായിരുന്നു. എന്നാൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. നാളെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ജോബി മാത്രമാണ് ഇപ്പോൾ പ്രതിയായിട്ട് ഉള്ളത്. ഇവാന, അലീന എന്ന കുട്ടികളോടൊപ്പം ഷൈനി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഏറ്റുമാനൂർ പാറോലിക്കലിലെ റെയിൽവേ ട്രാക്കിൽ അലീനയും ഇവാനയും അമ്മയായിട്ടുള്ള ഷൈനിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അത് കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരുന്നു. 16 വർഷക്കാലം അനുഭവിച്ച പീഡനത്തിന് അറുതി വരുത്തുവാനായിട്ട് ഷൈനിയുടെ പിതാവ് അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ പിന്നാലെ എന്നും ഫോണിലൂടെ പീഡനമായിരുന്നു. ദുരിതക്കയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് ഈ ലോകത്തിൽ നിന്ന് അവർക്ക് പോകേണ്ടി വന്നു. ഭർതൃപീഡനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികളാകും എന്ന് കരുതിയിരുന്ന 3 പേര് ഈ പ്രതികളല്ല എന്നുള്ളത് കുടുംബത്തിനെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പ്രതി മകനെ കഴിഞ്ഞും വലിയ പ്രതി തള്ളയാശിരിക്കും. ഈ അച്ഛനും മോശക്കാരനൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത് 5 വർഷമായിട്ട് ഈ സ്വന്തം വീട്ടിലെ സ്വന്തം ചേട്ടൻ അച്ഛനുമായിട്ട് ഈ ആഹാരം വരുമ്പോൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത് തള്ള എല്ലാം സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ തമ്മി മിണ്ടാത്തത്. എന്തുകൊണ്ടാണ്? കാരണമുണ്ട്. അതൊന്ന് പുറത്തു വരാൻ നമ്മളെങ്ങനെ പറയും? തെളിവ് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതുമായിട്ട് ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ ഷൈനിയുടെ പിതാവ് ആലോചിക്കുന്നത്. അത് വിവാഹ മോചന കേസ് നിലനിന്നിരുന്നു. ആ കേസിൽ താൻ അനുഭവിച്ച പീഡനങ്ങളെല്ലാം അക്കമിട്ട് നിരത്തി ഒരു പുസ്തക രൂപത്തിൽ സമർപ്പിച്ചിരുന്നു. അങ്ങനെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഷൈനി സമർപ്പിച്ചിരുന്നു. അതാണ് മറ്റൊരു കേസിൽ തെളിവായിട്ട് ഉള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോഴും എൻ്റെ മകളുടെ ഫോൺ ഇതുവരെ തുറന്നിട്ട് പോലും ഇല്ലെന്ന് ഇന്നും വന്ന പോലീസുകാർ പറയുന്നത്. ആണോ? കൊണ്ടുപോയിട്ട് എത്രയായി ദിവസം? അതായത് മാർച്ച് 8-ാം തീയതി ഫോണുമായിട്ട് പോയതാണ്. ഇതുവരെ തുറക്കാൻ പറ്റിയില്ല. അവർ പറയുന്നത് ഇവിടെയെല്ലാം നോക്കിയിട്ടൊന്നും പറ്റിയില്ല, കോടതിയിൽ ഏൽപ്പിച്ചിരിക്കുക, സൈബർ സെല്ലുകാരൻ തിരുവനന്തപുരത്തിന് വിട്ടിരിക്കുക എന്നൊക്കെ പറയും. അത് എപ്പോഴും ഓർക്കുന്നതിനാണെന്നറിയാം, എൻ്റെ മകളുടെ ഫോണും എൻ്റെ മകളെ കെട്ടിയവൻ്റെ ഫോണിൽ നിന്ന് സൈബർ സെല്ലുകാർ ഇതെല്ലാം എടുത്തിട്ട് ആ ന്യൂസ് വെളിയിൽ വരുമ്പോൾ നമ്മൾ കൊതിച്ചിരിക്കുക. അന്നാരും ഇപ്പോൾ ഇതുവരെ ആയിട്ടില്ല. അതേപോലെ തന്നെ 56 സാക്ഷികളെയാണ് ഇതിനകത്ത് വിസ്തരിക്കുന്നത്. മകൻ സ്റ്റാലിൻ എന്ന് പറയുന്ന 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഇതിനകത്തിൽ സാക്ഷിയാണ്. അങ്ങനെ ഈ കേസിൽ എത്രമാത്രം ആ കോടതിയിലെത്തുമ്പോൾ ആ മകൻ എങ്ങനെ സാക്ഷി പറയും, അച്ഛനെതിരായിട്ട് തന്നെ സാക്ഷി പറയുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയവും പിതാവ് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും പിതാവിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് മകനുള്ളത്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ അനുജന്മാർക്കും ഒക്കെ മകനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സങ്കടവും പിതാവ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും 56 പേരാണ് സാക്ഷികളായിട്ടുള്ളത്. ഇത് പിന്തുടർന്ന് ഉള്ള ഉപദ്രവം എന്നുള്ളത് പ്രത്യേകമായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ഫോണിലൂടെ തലേ ദിവസം രാത്രിയിൽ ഉറക്കത്തിൽ വിളിച്ചുണർത്തി ഫോണിലൂടെ വളരെയധികം ശകാരിക്കുകയും നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെയൊക്കെ ചോദിച്ചുകൊണ്ട് എങ്കിലെങ്കിലും ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വല്ലാതെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മൂവരും രാവിലെ പള്ളിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാറോലിക്കലെ റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നത്. ഏതായാലും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ്, നാളെ മാത്രമാണ് കുറ്റപത്രം കിട്ടുന്നവൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക. ഫെബ്രുവരി 28-ന് ആത്മഹത്യ നടന്നിരിക്കുന്നത്. ലോക്കോ പൈലറ്റ് ഉൾപ്പെടെയാണ് ഈ 56 സാക്ഷികളുള്ളത്. കൃത്യമായ ഒരു ശിക്ഷ ജോബിക്ക് കിട്ടുക, ജോബിയും അതുപോലെ തന്നെ ജോബിയുടെ അനുജനായിരുന്ന പിതാവ്, അതേപോലെ തന്നെ മാതാവിനും അതേപോലെ തന്നെ ജോബിയുടെ പിതാവിനും ഒക്കെ ലഭിക്കുമെന്നൊക്കെ ആയിരുന്നു എല്ലാവരും കരുതിയിരുന്നെങ്കിലും 28 ദിവസം ജോബി ജയിലിൽ തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നത്. ഇന്ന് കുറ്റപത്രത്തിലെ വിശദവിവരങ്ങളുമായി അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.